Udayanmala Road, Kattapana. Phone 89212-28651. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കട്ടപ്പനയിൽ അമ്മയെ ക്രൂരമായി മർദ്ദിച്ച മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മൂന്നാറിൽ ജനവാസ മേഖലകളിൽ ഇറങ്ങി ഭീതി പരത്തി കാട്ടാനക്കൂട്ടവും കാട്ടുപോത്തും. അടിമാലി കോട്ടപ്പാറയിൽ വെച്ച് DYFI പ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ ഒരാൾ കൂടി അടിമാലി പോലീസിന്റെ പിടിയിലായി. വിശദമായ വാർത്തയിലേക്ക്. കട്ടപ്പനയിൽ അമ്മയെ ക്രൂരമായി മർദ്ദിച്ച മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കട്ടപ്പന കുന്തളംപാറ കൊല്ലപ്പള്ളിയിൽ കമലമ്മയെയാണ് മകൻ പ്രസാദ് കോടാലി ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചത്. കൈയും കാലും ഒടിഞ്ഞ് ഗുരുതരമായി പരിക്കേറ്റ ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കട്ടപ്പന കുന്തളംപാറ കൊല്ലപ്പള്ളിയിൽ കമലമ്മയ്ക്കാണ് മകന്റെ ക്രൂരമായ മർദ്ദനമേറ്റത്. രാവിലെ മകൻ പ്രസാദും മരുമകളും ചേർന്ന് കമലമ്മയെ മർദ്ദിക്കുകയായിരുന്നു. കോടാലി ഉപയോഗിച്ച കമലമ്മയുടെ കാലും കൈയും തല്ലിയൊടിച്ചു. 2 വർഷത്തോളമായി ഇവർ തമ്മിൽ കുടുംബവഴക്ക് നിലനിന്നിരുന്നു. വീടിന്റെ അവകാശത്തെ ചൊല്ലിയുള്ള തർക്കം കോടതിയിലാണ്. വീടിനോട് ചേർന്ന് താൽക്കാലികമായി മുറി പണിത് ഇവിടെയാണ് കമലമ്മ താമസിക്കുന്നത്. അടുത്തുള്ള പശുത്തൊഴുത്തിലാണ് അച്ഛൻ അന്തിയുറങ്ങുന്നത്. കമലമ്മയുടെ മുറിയിലേക്ക് എത്താനുള്ള വഴിയിൽ മകനും മരുമകളും കോഴിക്കോട് വെച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. അതിന് പകരം വേറെ വീട് വെച്ച് കൊടുത്തു. മുറി അവിടെ 2-3 മുറി ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോൾ ഇതിലായിരുന്നു വഴി കരത്തോട്ട് കയറി പോകുന്നത്. ഈ വഴിയിൽ ഈ കോഴിക്കോട് അടിച്ചു വിട്ടു. അവൻ തന്നെയാണ് ഇതെല്ലാം തല്ലിപ്പൊളിച്ചത്. ഇതിനു മുൻപ് മകൻ തന്നെ മർദ്ദിക്കുന്നതായി കമലമ്മ പോലീസിൽ ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. എന്നാൽ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ ഇതിന് പരിഹാരം ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന രേഖാമൂലം വക്കീലുമായിട്ട് ബന്ധപ്പെട്ട് പരാതി കൊടുത്തതാണ്. എന്നിട്ട് പോലീസുകാർ വന്നൊന്നുമില്ല, അന്വേഷിക്കുകയും ചെയ്തില്ല. അപ്പം മിനിഞ്ഞാന്ന് ഈ ഉള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു കോഴിക്കോട്, ഇത് ഈ അമ്മ പോകുന്ന ഒരു വഴിയുണ്ട്. അപ്പോൾ ആ കോഴിക്കോട് എടുത്ത് വെച്ച് ആ വഴി അടച്ചു. അപ്പോൾ കൗൺസിലർ എന്നുള്ള നിലയിൽ എന്നോട് വന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആ കോഴിക്കോടൊന്ന് എടുത്ത് മാറ്റ്, അമ്മയുടെ വഴി തടസ്സപ്പെടുത്തരുതെന്ന് പറഞ്ഞു. അവളൊന്നും കേട്ടില്ല. അതേ ചൊല്ലി പിന്നെയും കുറേ ദിവസമായിട്ട് വഴക്കായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ ഇങ്ങോട്ട് അവനും അവളും കൂടി വന്നു. ഇത് കണ്ടോ, ഇവിടെ ഇട്ടേക്കുന്ന ഇതെല്ലാം എടുത്ത് കോടാലി എല്ലാം എടുത്ത് ആ തള്ളനെ അടിച്ച് ശരിയാക്കുമായിരുന്നു. കൈക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റ കമലമ്മയെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പ്രസാദിനെതിരെ കട്ടപ്പന പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. സിറ്റി വിഷൻ, കട്ടപ്പന.
മൂന്നാറിൽ ജനവാസ മേഖലകളിൽ ഇറങ്ങി ഭീതി പരത്തി കാട്ടാനക്കൂട്ടവും കാട്ടുപോത്തും. നല്ലതണ്ണി എസ്റ്റേറ്റിലാണ് കാട്ടുപോത്ത് എത്തിയത്. എസ്റ്റേറ്റിൽ അടിക്കടി കാട്ടുപോത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നത് ആളുകളിൽ ആശങ്ക പരത്തിയിട്ടുണ്ട്. മാട്ടുപ്പെട്ടി ഇൻഡോസിസ് പ്രൊജക്ടിനു സമീപം കാട്ടാനക്കൂട്ടം റോഡിലിറങ്ങി ഗതാഗത തടസ്സം തീർത്തു. മൂന്നാറിൽ കാട്ടുമൃഗങ്ങൾ ജനവാസ മേഖലകളിൽ ഭീതി പരത്തുന്ന സാഹചര്യം തുടരുകയാണ്. കാട്ടുപോത്തും കാട്ടാനക്കൂട്ടവുമെല്ലാം യഥേഷ്ടം ജനവാസ മേഖലകളിൽ ഇറങ്ങുന്നത് ആവർത്തിക്കപ്പെടുകയാണ്. നല്ലതണ്ണി എസ്റ്റേറ്റിലാണ് കാട്ടുപോത്തെത്തിയത്. എസ്റ്റേറ്റിൽ അടിക്കടി കാട്ടുപോത്തിന്റെ സാന്നിധ്യമുണ്ടാകുന്നത് ആളുകളിൽ ആശങ്ക പരത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രദേശത്ത് തുടർച്ചയായി കാട്ടുപോത്തെത്തുന്ന സാഹചര്യമുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. മാട്ടുപ്പെട്ടി ഇൻഡോസിസ് പ്രൊജക്ടിന് സമീപമാണ് കാട്ടാനക്കൂട്ടം റോഡിലിറങ്ങിയത്. അഞ്ചോളം ആനകളായിരുന്നു കൂട്ടത്തിലുണ്ടായിരുന്നത്. റോഡിൽ കാട്ടാനകൾ നിലയുറപ്പിച്ചതോടെ ഗതാഗത തടസ്സമുണ്ടായി. കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഭാഗത്ത് കാട്ടാനശല്യം കുറഞ്ഞിരുന്നു. ഇതിനുശേഷമാണിപ്പോൾ ഈ പ്രദേശത്തേക്ക് കാട്ടാനക്കൂട്ടം വീണ്ടും എത്തിയിട്ടുള്ളത്. സിറ്റി വിഷൻ, മൂന്നാർ. അടിമാലി കോട്ടപ്പാറയിൽ വെച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ ഒരാൾ കൂടി അടിമാലി പോലീസിന്റെ പിടിയിലായി. ആനച്ചാൽ തട്ടാത്തിമുക്ക് സ്വദേശി ബിബിനാണ് പിടിയിലായത്. സംഭവത്തിൽ ഉൾപ്പെട്ട മൂലമറ്റം അറക്കുളം സ്വദേശിയായ ജിബിൻ ബിജുവിനെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിരുന്നു. സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് പ്രതികൾ ഒളിവിലാണ്. വിനോദസഞ്ചാര മേഖലയായ കോട്ടപ്പാറയിൽ വെച്ച് പരസ്യമായി ലഹരി ഉപയോഗിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഒരു പറ്റം ആളുകൾ ചേർന്ന് മർദ്ദിച്ചുവെന്നായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പരാതി. ഈ പരാതിയിലാണ് ഒരാൾ കൂടി അടിമാലി പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ആനച്ചാൽ തട്ടാത്തിമുക്ക് സ്വദേശി ബിബിനാണ് പിടിയിലായത്. സംഭവത്തിൽ ഉൾപ്പെട്ട മൂലമറ്റം അറക്കുളം സ്വദേശിയായ ജിബിൻ ബിജുവിനെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിരുന്നു. സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റു പ്രതികൾ ഒളിവിലാണ്. ഇവർക്കായി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അക്രമ സംഭവത്തിൽ 2 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കായിരുന്നു മർദ്ദനമേറ്റത്. ഒരാളുടെ കാലൊടിയുകയും മറ്റൊരാളുടെ തലയ്ക്ക് പരിക്ക് സംഭവിക്കുകയും ചെയ്തു. ഇവർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. സിറ്റി വിഷൻ, അടിമാലി. സെന്റ് തോമസ് ഇവാഞ്ചലിൻ ചർച്ച് ഓഫ് ഇന്ത്യ ഹൈറേഞ്ച് സെന്റർ കൺവെൻഷൻ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ രാജാക്കാട് പഴയ വിടുതി ഇടവകയിൽ വെച്ച് നടക്കും. സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ഹൈറേഞ്ച് സെന്റർ കൺവെൻഷൻ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ രാജാക്കാട് പഴയവിടുതി ഇടവകയിൽ വെച്ച് നടക്കും. രാജാക്കാട് 1000 ഏക്കർ, ആനവിരട്ടി, പകുതിപ്പാലം, സൂര്യനെല്ലി, മറയൂർ, മാമലക്കണ്ടം എന്നീ വിവിധ ഇടവകകളിലെ വിശ്വാസികൾ കൺവെൻഷനിൽ പങ്കെടുക്കും. റഫറൻസ് ബിജു മാത്യു വചനപ്രഘോഷണം നടത്തും. ഇടവകകളുടെ ഒരു വാർഷിക ആത്മീക സംഗമം എന്ന് പറയുന്നത് ഞങ്ങൾ നടത്തി വരാറുള്ള സെൻട്രൽ കൺവെൻഷനാണ്. ഇപ്രാവശ്യത്തെ കൺവെൻഷൻ 48ാമത് സെൻട്രൽ കൺവെൻഷനാണ്. പോയ 48 വർഷങ്ങൾ കൊണ്ടാണ് സെൻട്രൽ കൺവെൻഷനുകൾ ചെയ്യുന്നത്. ഈ 48ാമത് സെൻട്രൽ കൺവെൻഷൻ രാജാക്കാടുള്ള പഴയവിടുതി സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയിൽ വെച്ചാണ് ഇപ്രാവശ്യം നടക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 കൺവെൻഷൻ ഉദ്ഘാടനം ഹൈറേഞ്ച് സെന്റർ പ്രസിഡന്റും വികാരിയുമായ റഫറൻസ് ക്രിസ്റ്റഫർ ഷാബു നിർവഹിക്കും. തുടർന്ന് സംഗീത വിരുന്ന്, 7:30 വചനപ്രഘോഷണം, റഫറൻസ് ബിജു മാത്യു, പ്രാർത്ഥന, സമാപനം. ശനിയാഴ്ച വൈകിട്ട് 6:30 സംഗീത ശുശ്രൂഷ, ചർച്ച് കൊയർ, 7:30 വചനപ്രഘോഷണം, റഫറൻസ് ബിജു മാത്യു, പ്രാർത്ഥന, സമാപനം. ഞായറാഴ്ച രാവിലെ 9:30 തിരുവത്താഴ ശുശ്രൂഷ, തുടർന്ന് സെൻറ്റർ വാർഷിക മീറ്റിംഗും തിരഞ്ഞെടുപ്പും. 12:30 സ്നേഹവിരുന്ന്, സമാപനം. രാജാക്കാട് ഇടവക ചർച്ച് കൊയർ സംഗീത ശുശ്രൂഷകർക്ക് നേതൃത്വം നൽകും. ഇടവക വികാരി റഫറൻസ് ക്രിസ്റ്റഫർ ഷാബു, ഇടവക സുവിശേഷകൻ KG ഷമുവേൽ, സെൻറ്റർ സെക്രട്ടറി സാബു കുരിശിങ്കൽ എന്നിവർ കൺവെൻഷൻ യോഗങ്ങൾക്ക് നേതൃത്വം നൽകും. സിറ്റി വിഷൻ, രാജാക്കാട്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷയങ്ങളിൽ ഒന്നാണ് വന്യജീവി ആക്രമണം. ക്രിയാത്മകമായ പരിഹാരങ്ങൾ ഉണ്ടാകണമെന്നും നിയമങ്ങൾക്ക് മാറ്റം വരുത്തണം.
വന്യമൃഗങ്ങൾക്ക് റോഡ് മുറിച്ചു കടക്കുവാൻ അണ്ടർപാസ് പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കണം. കാർഷിക മേഖലയിലെ കർഷകരെയും അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ഫെൻസ് പോലുള്ള സുരക്ഷ ഒരുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകണം. കൃഷി ചെയ്യുന്ന കർഷകരുടെ സുരക്ഷ ഉറപ്പാക്കണം. മൃഗങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്നത് പോലെ തന്നെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം കൊടുക്കുന്ന നിയമങ്ങളും ഉണ്ടാക്കണം. എത്രമാത്രം ആളുകൾ മരിച്ചു വീണാലും വന്യമൃഗങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ആക്രമിച്ചാലും നമ്മൾ കണ്ണും പൂട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് മാറേണ്ടിയിരിക്കുന്നു എന്ന് യാക്കോബായ സുറിയാനി സഭാശ്രേഷ്ഠ കത്തോലിക്ക ബാവ ആബൂൻ മോർ ബസേലിയസ് ജോസഫ് പറഞ്ഞു. ആളുകൾക്ക് മെയിൻ റോഡുകളിലൂടെ ക്രോസ് ചെയ്യാതെ അണ്ടർപാസ് നിർമ്മിച്ചുകൊണ്ട്, അണ്ടർപാസ് ആനകൾക്കും മൃഗങ്ങൾക്കും പോകാനായിട്ട് പലയിടങ്ങളും നിർമ്മിച്ചുകൊണ്ട് ഫെൻസിങ് നടത്തി കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ഒരു പരിധിവരെ ഈ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കും. മസനഗുഡി എന്നൊരു സ്ഥലമുണ്ട്, തമിഴ്നാട്ടിലാണോ കർണാടക എനിക്ക് സംശയം. ഞാൻ ഒരു ആഴ്ച അവിടെ പോയി വനത്തിൽ പോയി താമസിക്കുകയുണ്ടായി. അവിടെ ഒരു ബാംഗ്ലൂരിലെ എൻ്റെ ഒരു സഹോദരൻ്റെ ഒരു ബംഗ്ലാവുണ്ട്. ആ ബംഗ്ലാവിൽ ഒരു 1/2 ഏക്കർ സ്ഥലം മാത്രമേ ഫെൻസിങ് ഉള്ളൂ, ബാക്കിയെല്ലാം ഭയങ്കര കാടാണ്. അപ്പൊ ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ വലിയ സ്വിമ്മിംഗ് പൂളിന്റെ സൈസിലുള്ളതായ കുളങ്ങൾ കണ്ടു. മാത്രമല്ല അനേകം ഫലഭൂയിഷ്ഠമായ വൃക്ഷങ്ങൾ നിറയെ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. അത് പ്രത്യേകിച്ചും ആനകൾക്കൊക്കെ ഇഷ്ടമുള്ള ഫ്രൂട്ട്സാണ്. അങ്ങനെ വന്ന് വെള്ളം കുടിക്കുവാനും നീന്തി തുടിക്കുവാനും ഒക്കെ പൈസ മുടക്കി ലോറിക്ക് വെള്ളമടിച്ചാണ് ആ മനുഷ്യൻ ആ മൃഗങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. എത്ര സൗഹൃദപരമായിട്ടാണ് അവർ വരുന്നു, അവർ വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നു, അവർ വെള്ളം കുടിക്കുന്നു, അവർ അവിടെയുള്ള മരത്തിലൊക്കെ ഏക്കറുകളോളമുള്ള വനമാണ്. ആ വൃക്ഷങ്ങളിൽ നിന്നുമൊക്കെ ചക്കയും മാങ്ങയും ഒക്കെ എടുത്ത് കഴിച്ച് അവർ സന്തോഷത്തോടുകൂടി ആർക്കും ഒരു ദോഷവും ഉണ്ടാക്കുന്നില്ല. നമ്മുടെ വനമേഖലകളിൽ യൂക്കാലിയും തേക്കുമൊക്കെയാണ് നട്ടുപിടിപ്പിക്കുന്നത്. ഈ മൃഗങ്ങൾക്ക് തിന്നാനുള്ള വൃക്ഷലതാദികൾ അവിടെ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുകയായിരുന്നുവെങ്കിൽ ഇവർക്കൊന്നും മനുഷ്യരുടെ അടുക്കിലേക്ക് ഇറങ്ങി വരേണ്ട ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ ആവേശം പലപ്പോഴും യാത്രക്കിടയിൽ അതിരുവിടുന്നത് തദ്ദേശീയരായ യാത്രക്കാർക്കും മറ്റാവശ്യങ്ങൾക്കും മൂന്നാറിലേക്ക് എത്തുന്നവർക്കും ബുദ്ധിമുട്ട് സമ്മാനിക്കുന്നതായി പരാതി. വാഹനങ്ങളിൽ വലിയ ശബ്ദത്തിൽ പാട്ടുവെച്ച് റോഡിൽ നൃത്തം ചെയ്യുന്ന പ്രവണത പുതിയ ട്രെൻഡായി മാറിയിട്ടുണ്ട്. ഇത്തരക്കാർ മറ്റ് വാഹനയാത്രികരെ ഗൗനിക്കാറേയില്ല. ഇത്തരം സംഭവങ്ങളാണ് പരാതികൾക്ക് ഇടവരുത്തിയിട്ടുള്ളത്. വിനോദയാത്രകൾ എപ്പോഴും ആവേശം നൽകുന്നതാണ്. പാട്ടുപാടുകയും നൃത്തം ചവിട്ടുകയും കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്നത് സർവ്വസാധാരണം തന്നെ. എന്നാൽ യാത്രക്കിടെ ഈ ആവേശം അതിരുവിട്ടാൽ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുകയും പരാതികൾക്ക് ഇടവരുത്തുകയും ചെയ്യും. അത്തരത്തിലുള്ള ചില പരാതികളാണ് വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ മൂന്നാറിൽ നിന്നും ഉയരുന്നത്. യാത്രക്കിടെ വിനോദസഞ്ചാരികളുടെ ആവേശം അതിരുവിടുന്നത് തദ്ദേശീയരായ യാത്രക്കാർക്കും മറ്റാവശ്യങ്ങൾക്ക് മൂന്നാറിലേക്ക് എത്തുന്നവർക്കും ബുദ്ധിമുട്ട് സമ്മാനിക്കുന്നുവെന്നാണ് പരാതി. വാഹനങ്ങളിൽ വലിയ ശബ്ദത്തിൽ പാട്ടുവെച്ച് റോഡരികിലുമൊക്കെയായി നൃത്തം ചെയ്യുന്ന പ്രവണത പുതിയ ട്രെൻഡായി മാറിയിട്ടുണ്ട്. ഇവർ മറ്റ് വാഹനയാത്രികരെ ഗൗനിക്കാറേയില്ല. ഇത്തരം സംഭവങ്ങളാണ് പരാതികൾക്ക് ഇടവരുത്തിയിട്ടുള്ളത്. ഗതാഗതക്കുരുക്കിലകപ്പെട്ട വഴിയിൽ കിടക്കുമ്പോഴും വലിയ ശബ്ദത്തിൽ പാട്ടുവെച്ചുള്ള റോഡിലെ നൃത്തച്ചുവടുകൾ മൂന്നാറിൽ പതിവ് കാഴ്ചയാണ്. യാത്രാമധ്യേ മഞ്ഞിറങ്ങുന്നതോടെ റീൽസ് ചിത്രീകരണത്തിനും ചില സഞ്ചാരികൾ റോഡിൽ നൃത്തം ചവിട്ടാറുണ്ട്. സഞ്ചാരികളുടെ അതിരുവിടുന്ന ഈ ആവേശമാണ് വിനോദസഞ്ചാരികളല്ലാത്ത യാത്രക്കാരെ വലയ്ക്കുന്നത്. മൂന്നാറിലെത്തുന്ന സഞ്ചാരികളിൽ ചിലർ വാഹനങ്ങളിൽ സാഹസിക യാത്രയ്ക്ക് മുതിരുന്ന കാഴ്ച നവമാധ്യമങ്ങളിൽ പ്രചരിക്കാറുണ്ട്. ഇതിനൊപ്പമാണ് ഈ രീതിയിലുള്ള പരാതികളും ഉയരുന്നത്. സിറ്റി വിഷൻ, മൂന്നാർ. ഇനിയൊരു ഇടവേള. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. ചോയ്സ് ബിൽഡേഴ്സ്, we provide the joy of a new home. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526.
8606 820526. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. Admission started. Montfort Valley School, Murikundoti. Registration for the academic year 2025-26. Classes pre-KG to 9th and +1. For more inquiries, contact the landline 04868 247 421. Mobile 94469 66421. വീണ്ടും വാർത്തയിലേക്ക്. മൂന്നാറിൽ ദേശീയപാതയോരത്ത് കഞ്ചാവ് ചെടി കണ്ടെത്തി. 30 സെന്റിമീറ്ററോളം ഉയരമുള്ള ചെടിയാണ് കണ്ടെടുത്തത്. സംഭവത്തിൽ എക്സൈസ് വകുപ്പ് കേസ് രജിസ്റ്റർ ചെയ്തു. ലഹരിയുടെ ഉപയോഗം തടയാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പോലീസിന്റെയും എക്സൈസിന്റെയും സംയുക്ത പരിശോധനയ്ക്കിടയിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് പഴയ മൂന്നാർ ടൗണിന് സമീപമായിരുന്നു കഞ്ചാവ് ചെടി വളർന്നു നിന്നിരുന്നത്. ലഹരിയുടെ ഉപയോഗം തടയാൻ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷൻ ക്ലീൻ സ്ലൈറ്റിന്റെ 2ാം ഘട്ട പരിശോധനയ്ക്കിടെയാണ് കഞ്ചാവ് ചെടി കണ്ടെടുത്തത്. 30 സെന്റിമീറ്ററോളം ഉയരമുള്ള ചെടിയാണ് കണ്ടെടുത്തതെന്നും സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതായും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിൻ്റെ 2ാം ഘട്ടത്തോടനുബന്ധിച്ച് പോലീസും എക്സൈസും സംയുക്തമായി നടത്തിയ പരിശോധനയോടനുബന്ധിച്ച് റോഡ് സൈഡിൽ നിന്നും 30 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരു കഞ്ചാവ് ചെടി ലഭ്യമായി അതിനെതിരെ കേസെടുത്തിട്ടുള്ളതാണ്, NDPS കേസെടുത്തിട്ടുള്ളതാണ്. തുടർന്ന് വാഹന പരിശോധനയും വീണ്ടും തുടർന്ന് ഈ ആഴ്ച മൊത്തം നടത്തുന്നതാണ്. സംയുക്തമായി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, ലേബർ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സംയുക്തമായി ചേർന്ന് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതാണ്. പോലീസിന്റെയും എക്സൈസിന്റെയും നേതൃത്വത്തിലായിരുന്നു പരിശോധനകൾ നടന്നത്. പോലീസ് നായയുടെയും സേവനവും തിരിച്ചലിനായി ഉപയോഗപ്പെടുത്തി. വാഹനങ്ങളിലും ലഹരി സംഘങ്ങൾ കൈയടക്കാൻ ഇടയുള്ള സ്ഥലങ്ങളിലും പരിശോധന നടന്നു. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. സിറ്റി വിഷൻ, അടിമാലി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടിപ്പെരിയാർ യൂണിറ്റ് വാർഷിക പൊതുയോഗം വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു. KVVES ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പയ്യമ്പള്ളിൽ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടിപ്പെരിയാർ യൂണിറ്റിന്റെ 2025-26 വർഷത്തെ വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പുമാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നത്. വ്യാപാര ഭവനിൽ നിന്നും ആരംഭിച്ച വിളംബര ജാഥയോടുകൂടിയായിരുന്നു പരിപാടികൾക്ക് തുടക്കമായത്. വാർഷിക പൊതുയോഗത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് S. അൻപുരാജ് അധ്യക്ഷനായിരുന്നു. യൂണിറ്റ് സെക്രട്ടറി റിയാസ് P. ഹമീദ് സ്വാഗതം ആശംസിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പയ്യമ്പള്ളിൽ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. അവരുമായി ഒരു നെഗോസിയേഷൻ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾ ചെല്ലുമ്പോൾ അമിതമായ ലൈസൻസ് ഫീസ് ഈടാക്കാതെ നമുക്ക് പിടിച്ചു നിൽക്കാം. ലൈസൻസ് ഫീസിനോടൊപ്പം പഞ്ചായത്തുകൾ വാങ്ങുന്ന മറ്റൊരു ഫീസുണ്ട്. അതെന്താണെന്നറിയോ? എന്നതാ നിങ്ങളോടൊന്നും ആരും വാങ്ങിച്ചിട്ടില്ലല്ലേ? എന്നതത്? പോർഷൻ ടാക്സ് അല്ലെങ്കിൽ തൊഴിൽ കരം ഗവൺമെന്റ് കഴിഞ്ഞ 8ാം മാസം മുതൽ 2024 8ാം മാസം മുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. KH ഇബ്രാഹിംകുട്ടി വാർഷിക റിപ്പോർട്ടും ഹാജി S. ഉമ്മർ ഫാറൂഖ് വാർഷിക കണക്കും അവതരിപ്പിച്ചു. KVVES ജില്ലാ ജനറൽ സെക്രട്ടറിയും യൂണിറ്റ് ജനറൽ സെക്രട്ടറിയുമായ ഹാജി നജീബ് ഇല്ലത്തുപറമ്പിൽ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് വണ്ടിപ്പെരിയാറിലെ വ്യാപാര സ്ഥാപനങ്ങൾ കത്തിനശിച്ചതിലൂടെ നഷ്ടങ്ങൾ സംഭവിച്ച വ്യാപാരികൾക്ക് കൈത്താങ്ങാവുന്നതിനായി ഏറ്റവും കൂടുതൽ തുകകൾ പിരിച്ചു നൽകിയ 11 യൂണിറ്റ് ഭാരവാഹികളെയും വ്യാപാരോത്സവത്തിൽ ഏറ്റവും കൂടുതൽ കൂപ്പണുകൾ വിറ്റഴിച്ച വ്യാപാര സ്ഥാപന ഉടമകളെയും ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ്, ജില്ലാ ട്രഷറർ R. രമേശ്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ PM ബേബി, തങ്കച്ചൻ കോട്ടയ്ക്കകത്ത്, ഷിബു M. തോമസ്, പീരുമേട് മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് മുള്ളൂർ, ട്രഷറർ OH. താജുദ്ദീൻ, വിവിധ യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. സിറ്റി വിഷൻ, ഉപ്പുതറ. സംസ്ഥാന സർക്കാരിന്റെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി നിയമനം ലഭിച്ച ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരോട് ജാതി വിവേചനം എന്ന പരാതി. പട്ടികവർഗ വിഭാഗക്കാരായ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരോട് ജാതി വിവേചനം എന്നാണ് ഉള്ളാട മഹാസഭയുടെ പരാതി. സംസ്ഥാന സർക്കാർ 2021 മന്ത്രിസഭാ യോഗ തീരുമാനത്തിൽ വനമേഖല അതിർത്തികളിൽ താമസിക്കുന്ന
പട്ടികവർഗ യുവതീ-യുവാക്കൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ 500 പുതിയ തസ്തികകൾ സൃഷ്ടിച്ചു. അതിനുശേഷം അതിൻ്റെ നിയമന രീതി PC മുഖാന്തരമായിരുന്നു. വനാശ്രിതരായിട്ടുള്ള യുവതീ-യുവാക്കളെയാണ് പരിഗണിച്ചിരുന്നത്. അതിന് നിശ്ചിത ക്വാളിഫിക്കേഷനും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ക്വാളിഫിക്കേഷനുമാണ് നിശ്ചയിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2022 അതിൻ്റെ നിയമനങ്ങൾ പൂർത്തിയായി. ഇപ്പോൾ 500 പുതിയ ഗോത്രവർഗ വിഭാഗത്തിലെ യുവതീ-യുവാക്കളായിട്ടുള്ള അഭ്യസ്തവിദ്യരായിട്ടുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ സംസ്ഥാനത്തെ പല ജില്ലകളിലും ഇപ്പോൾ ജോലി ചെയ്ത് വരികയാണ്. ഈ ജോലിയിൽ ഒരു സവിശേഷമായിട്ടുള്ള ഒരു വലിയ ജാതി വിവേചനം ആ ഉദ്യോഗാർത്ഥികൾക്ക് അനുഭവപ്പെടുന്നുള്ളത് കേരള തൊഴിലുടമ സഭയുടെ സംസ്ഥാന നേതൃത്വത്തിന് അറിവ് ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വിവരാവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും വലിയൊരു ജാതി വിവേചനം എല്ലാ ഓഫീസുകളും നടക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ലയങ്ങളുടെ പുനരുദ്ധാരണം തീരുമാനത്തിന് കാലതാമസം പാടില്ലെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ലയങ്ങളുടെ പുനരുദ്ധാരണ പദ്ധതിയിൽ തീരുമാനമെടുക്കുന്നതിൽ കാലതാമസം വരുത്തരുതെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. കൂടിയ തോട്ടമായ കോട്ടമല ഡിവിഷനിലെ ഒരു ലയം ഇടിഞ്ഞു വീണ് ഒരു കുടുംബത്തിലെ 4-5 പേർക്ക് പരിക്കുകൾ സംഭവിക്കുകയും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് എത്രയും വേഗം വിഷയത്തിൽ പരിഹാരം കാണുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മനസ്സാവകാശ കമ്മീഷനും പറയാൻ നൽകിയിരുന്നു. ബഹുമാനപ്പെട്ട മനസ്സാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്തിയത് സർക്കാരിൽ നിന്ന് 33,70,000 രൂപയുടെ എസ്റ്റിമേറ്റ് അംഗീകരിക്കുകയും ധനവകുപ്പിൽ നൽകുകയും ചെയ്തു. എന്നാൽ ഈ ധനകാര്യ വകുപ്പിൽ നിന്ന് ഒരു കുറേ കാലതാമസം ഉണ്ടായതിനെ തുടർന്നാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മനസ്സാവകാശ കമ്മീഷൻ ശക്തമായ ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. ലയങ്ങളുടെ നവീകരണം സംബന്ധിച്ച് യാതൊരു കാരണവശാലും കാലതാമസം പാടില്ല എന്ന ഉത്തരവാണ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കട്ടപ്പനയിൽ അമ്മയെ ക്രൂരമായി മർദ്ദിച്ച മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മൂന്നാറിൽ ജനവാസ മേഖലകളിൽ ഇറങ്ങി ഭീതി പരത്തി കാട്ടാനക്കൂട്ടവും കാട്ടുപോത്തും. അടിമാലി കോട്ടപ്പാറയിൽ വെച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ ഒരാൾ കൂടി അടിമാലി പോലീസിന്റെ പിടിയിലായി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. ഫോൺ 8921228651. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം.